ഹലോ ഗായ്സ്. ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ സെൻറ്ററിൽ കാണുന്ന എലിമെൻറ്റ്സിനെയാണ്, സെറ്റ് ഓഫ് എലിമെൻറ്റ്സിനെയാണ് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവരെ നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കും. എല്ലാ ഡി ബ്ലോക്ക് എലിമെൻറ്റ്സും ട്രാൻസിഷൻ എലിമെൻറ്റ്സ് അല്ല. ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡി സബ്ഷനിൽ ഇൻകംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഉള്ളതിനെ മാത്രമേ ട്രാൻസിഷൻ എലിമെൻ്റ് എന്ന് വിളിക്കത്തുള്ളൂ. അതായത് അതിന് ഇൻകംപ്ലീറ്റ് ഇലക്ട്രോൺസ് വേണം, ഒന്നെങ്കിൽ അതിൻ്റെ സ്വന്തം ഒറിജിനൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇൻകംപ്ലീറ്റ് ഇലക്ട്രോൺസ് വേണം, അല്ലെങ്കിൽ അത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, അതിൻ്റെ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അതിനെന്ത് വേണം, ഇൻകംപ്ലീറ്റ് ഡി സബ്ഷെൽ ഇലക്ട്രോൺസ് വേണം, ഇൻകംപ്ലീറ്റ് ഡി ഇലക്ട്രോൺസ് വേണം. ഓക്കെ, സോ ദാറ്റ് ആർ കോൾഡ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ്. സോ ഇൻ സം ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് there is no incomplete d subshell even in their most stable oxidation state. Even in their most stable oxidation state, there is no incomplete d orbitals. There is no incomplete d orbitals. So they are not classified as transition elements. They are zinc, cadmium and mercury. Zinc, cadmium and mercury എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സിലെ ഏറ്റവും അവസാനം വരുന്ന എലിമെൻറ്റ്സ് ആണ്. ഇവർക്ക് എന്തില്ല, ഇവരെ ട്രാൻസിഷൻ മെറ്റൽസ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മുടെ +2 എക്സാമിൽ ഏറ്റവും കൂടുതൽ ഇത് വെച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഉള്ളത്. നമുക്കറിയാം ഡി സബ്ഷനിൽ 10 ഇലക്ട്രോൺസ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ ചേരാവുന്നത്. അത് കഴിഞ്ഞ് അതിന് എസ്സിൽ, അത് കഴിഞ്ഞ് അതിൻ്റെ 3D കഴിഞ്ഞിട്ട് 4s, സിങ്കിൻ്റെ കേസിൽ 3D കഴിഞ്ഞ് 4s ആണ് വരുന്നത്. അപ്പോൾ 3D10 ഉണ്ട്, 4s2 ഉണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റേബിൾ, സിങ്കിൻ്റെ ഏറ്റവും സ്റ്റേബിൾ അതാ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണേലും അതിനെന്തുണ്ട്, 3D10 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ട്രാൻസിഷൻ എലിമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ വഴി പറയാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ 3D സീരീസ്, അതായത് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലിമെൻറ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ് 3D സീരീസ്. 3D സീരീസ് ഉണ്ട്, 4D സീരീസ് ഉണ്ട്, 5D സീരീസ് ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 3D സീരീസ് ആണ്. അതായത് 3Dയിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന സീരീസ്. അത് നമുക്ക് കൈവച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. സ്കിറ്റിഫ്, ക്രിമിൻ, ഫിക്കോണി, കുസിൻ. അതായത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, സ്കിറ്റിഫ്, ക്രിമിൻ, ക്രോമിയം, മാംഗനീസ്, ഫിക്കോണി, അയൺ, കൊബാൾട്ട്, നിക്കൽ, കുസിൻ, കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, സോ ഇത് നമ്മൾ കൈവച്ച് പഠിക്കുന്നത്. 3Dയിൽ എത്ര ഇലക്ട്രോൺസ്, ഡി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാണിക്കും. സ്കാൻഡിയത്തിൽ ഒരെണ്ണേ ഉള്ളൂ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയത്തിൽ 3 ഉണ്ട്. ക്രോമിയത്തിൽ 4 ഉണ്ട്. പക്ഷെ ക്രോമിയവും കോപ്പറും എന്താണ്, എക്സെപ്ഷണലാണ്. അത് നമുക്ക് പറയാം. ക്രോമിയം, മാംഗനീസ്, പിന്നെ സിങ്ക്, അയണിൽ 6 ഉണ്ട്. 3Dയിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. കോപ്പറിനും ക്രോമിയത്തിലും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഉള്ളതിൻ്റെ കാരണം എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ്. ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡിനും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത് കാരണം ഈ സ്റ്റെബിലിറ്റി കുറഞ്ഞ 4ഉം 9ഉം ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്യും, 4 ഉം 9 ഇലക്ട്രോൺസ് ഇവർ തൊട്ടടുത്ത 4sൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റും. അപ്പോൾ അടിച്ചു മാറ്റി കഴിഞ്ഞ് ഇവർ 5ഉം 10ഉം ആയില്ലേ, അപ്പോൾ ഇവർ എക്സ്ട്രാ സ്റ്റേബിൾ ആയില്ലേ. അതുകൊണ്ടാണ് കോപ്പറും ക്രോമിയത്തിനും എന്തുള്ളത്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിന് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻസ് ഉള്ളതെന്ന് പറയാൻ പറ്റും. ഓക്കെ സോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ വേറൊരു, ഈ ഡി ബ്ലോക്ക് എലിമെൻറ്റിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഡി ഇലക്ട്രോൺസ്, ഡി ഓർബിറ്റൽസ്, ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സിന് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു സ്കാൻഡിയത്തിൽ ഡിയിൽ 1 ഇലക്ട്രോൺസേ ഉള്ളൂ, ദാറ്റ് ഈസ് അൺപെയ്ഡ്. സോ ദ സ്കാൻഡിയത്തിൽ 1 അൺപെയ്ഡ് ഇലക്ട്രോൺ, വനേഡിയത്തിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ, ടൈറ്റാനിയത്തിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്, വനേഡിയത്തിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ്, ക്രോമിയത്തിൽ നമ്മൾ പറഞ്ഞു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ്, സോ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ്, മാംഗനീസിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ്, പിന്നെ അയണിന് വീണ്ടും 1 അൺപെയ്ഡ് ഇലക്ട്രോൺസ്, കാരണം അത് പെയർ ചെയ്യും. കൊബാൾട്ടിൽ 2, നിക്കലിന് 3,
കോപ്പറിന് നമ്മൾ പറഞ്ഞു അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അതുപോലെ തന്നെ സിങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ആബ്സെൻ്റ് ആണ്. കോപ്പറിൽ 4s അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഡിയിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, ഡി ഷെല്ലിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് വെച്ച് പറയുന്നതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്കാൻഡിയത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ ഡിയിൽ 1 ഇലക്ട്രോൺസ് ഉണ്ട്, ബാക്കി 3Dയിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ബാക്കി 4sൽ 2 ഇലക്ട്രോൺ. അത് 3 പോയി കഴിഞ്ഞാൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്കാൻഡിയം കാണിക്കും. അപ്പോൾ ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും സ്കാൻഡിയം മാത്രമായിരിക്കും. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന സാധനമാണ് നമ്മുടെ മാംഗനീസ്. മാംഗനീസിന് +3 കാണിക്കാം, +4 കാണിക്കാം, +5 കാണിക്കാം, +6 കാണിക്കാം, +7 കാണിക്കാം, +2 കാണിക്കാം, +2 കാണിക്കാം, +3 കാണിക്കാം, +4 കാണിക്കാം, +5 കാണിക്കാം, +6 കാണിക്കാം, +7 കാണിക്കാം. ഇത്രയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമ്മുടെ മാംഗനീസിന് കാണിക്കാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന എലമെന്റ് മാംഗനീസ് ആണ്. ഏറ്റവും കുറവ് സ്കാൻഡിയം, അതിന് ഒരെണ്ണം മാത്രമേ കാണിക്കത്തുള്ളൂ, അത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അതുപോലെ തന്നെ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, മാംഗനീസ്, ക്രോമിയം, മാംഗനീസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി വരിക. അത് കഴിഞ്ഞ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു വരും. അതായത് അയണിൽ വരുമ്പോൾ അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറയുകയാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് വീണ്ടും 1 ആവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും കുറഞ്ഞു വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. There are 2 types of magnetic behavior, and there are actually 3 types, but mainly 2 types, that is diamagnetic and paramagnetic. Diamagnetic means the substance is repelled by magnetic behavior, and paramagnetic means the substance is attracted by a magnetic field. So diamagnetic ആണെങ്കിൽ mu എന്ന് പറയുന്ന സംഭവമുണ്ട്. mu എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. mu ഇൻഡിക്കേഷൻ √n/n+2. whole root of n into n+2. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇപ്പം നമ്മൾ സ്കാൻഡിയം 3+ എടുത്തെന്ന് വെച്ചോ. സ്കാൻഡിയം 3+ൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 0 ഇലക്ട്രോൺസ് ആണുള്ളത്. കാരണം ആകെ അതിൽ ഡിയിൽ 1 ഇലക്ട്രോൺസ്, പിന്നെ 4sൽ 2 ഇലക്ട്രോൺസ്. അപ്പോൾ 3+ എല്ലാം പോയി 0. സോ അതിൻ്റെ 0 ഇട്ട് കൊടുക്കുമ്പം ആൻസർ കിട്ടുന്നത് 0 ആണ്. സോ mu = 0 മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. ഇറ്റ് ഷോസ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഡയമagnetic പാരമാഗ്നറ്റിക്കും ആണോ നമ്മളോട് ചോദിക്കത്തില്ല. നമ്മളോട് ചോദിക്കുന്നത് മ്യൂ കണ്ടുപിടിക്കാൻ, മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഒരു കോമ്പൗണ്ട് തരും, അതിൽ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ ആദ്യം കണ്ടുപിടിക്കണം. ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് അതിന് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് n. അത് മ്യൂവിൻ്റെ വാല്യൂവിൽ ഇട്ട് കൊടുത്താൽ mu = √n/n+2. അതിൽ മ്യൂവിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. സോ മ്യൂവിൻ്റെ വാല്യൂ ആണ് മെയിൻസിനൊക്കെ ചോദിക്കുന്നത്. സോ നമ്മൾ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഇപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 3 ആണെങ്കിൽ ആൻസർ മ്യൂവിൻ്റെ വാല്യൂവിൽ 3.87 അങ്ങനെ സംതിങ് ആയിരിക്കും. 3. ദാറ്റ് അപ്രോക്സിമേറ്റ്ലി = 4 എന്ന് പറയാം. മ്യൂവിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി = 2. അതായത് അതിൻ്റെ ആൻസർ 1.89 സംതിങ് ലൈക്ക് ദാറ്റ്. അത് 1.73 ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 1 പോയിന്റ് വെച്ചിട്ട് ഉള്ള ആൻസറാണ് നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1 ആണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എങ്കിൽ. അപ്പോൾ അതുപോലെ 5 ആണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എങ്കിൽ 5.89 സംതിങ് ആയിരിക്കും അതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി = 6. ഇത് 5 പോയിന്റിന് ശേഷം നിങ്ങൾ കാണുന്ന നമ്പരൊന്നും അത്രയ്ക്കൊന്നും ഓർത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ നമ്പർ മാഗ്നറ്റിക് ബിഹേവിയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.